മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആകണോ നിനക്ക്? ഒരാൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മെ വിട്ട് ഓടിപ്പോകാതെ അതാ ശല്യം വന്നു എന്ന് പറയാതെ നമ്മളെ ചേർത്ത് പിടിക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ പ്രീതി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു നല്ലൊരു ക്വാളിറ്റി നമുക്ക് വേണം. ആ ക്വാളിറ്റി എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് എളിമ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ എളിമ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള എളിമയുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ എളിമ, ഒന്ന് ഈ ലോകത്തിൻ്റെ എളിമ. ഈ ലോകത്തിൻ്റെ എളിമ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അവരെന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ ശാന്തിയോടും സൗമ്യതയോടുകൂടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ എളിമ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു പ്രാർത്ഥനയോടുകൂടെ നടക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം തന്നത്, ഈ സ്ഥാനത്ത് ആയിരിക്കുന്നത് പോലും ദൈവ കൃപയാൽ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ദൈവികമായ ഒരു എളിമയുള്ള വ്യക്തിയെ എല്ലാവരും അംഗീകരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന എളിമയുണ്ടല്ലോ, ആ എളിമ ഇന്നല്ലെങ്കിൽ നാളെ പൊളിഞ്ഞു വീഴും. കാരണം ആ എളിമ ഒരിക്കലും ശാശ്വതമല്ല. പ്രിയമുള്ളവരെ, അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ ഉള്ളിൽ എളിമ സൃഷ്ടിക്കണമേ എന്ന്. ഇങ്ങനെ ഒരു വചനമുണ്ട്, യാക്കോബ് 4-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നിറയപ്പെടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നമ്മെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. ആമേൻ.